സൗണ്ടില്ല. ഹലോ, വെൽക്കം ടു ദ വീഡിയോ. എല്ലാവരും ഹാപ്പിയായി സേഫായി ഹെൽത്തി ആയിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാനിവിടെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ട പോലെ തന്നെ ബർത്ത്ഡേ വ്ളോഗാണ് എൻ്റെ തന്നെ കേട്ടോ. അപ്പോൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ എത്ര നേരം നീളുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്തെങ്കിലും നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്യും. പിന്നെ ഇതിപ്പോൾ ആര് കണ്ടില്ല എന്നുണ്ടെങ്കിലും എനിക്കിത് നല്ലൊരു ഓർമ്മയായിരിക്കും. ഒരു ഡോക്യുമെൻ്ററി പോലെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും എൻ്റെ ഈ വീഡിയോ. കാരണം ഇന്നെൻ്റെ ബർത്ത്ഡേ ആണല്ലോ. ബർത്ത്ഡേനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളൊന്നുമില്ല. ചെറുപ്പത്തിൽ തൊട്ട് ഞങ്ങൾ കേക്കൊന്നും മുറിക്കാറില്ല, പക്ഷെ നല്ല ഹാപ്പി ആയിട്ട് പോവും. പിന്നെ സ്കൂളിലൊക്കെ പോണ സമയമാണ്, സ്കൂൾ സ്റ്റാർട്ടിങ് സമയമാണല്ലോ, ജൂൺ മാസമാണല്ലോ. പിന്നെന്താ, എൻ്റെ ബർത്ത്ഡേ സമയത്ത് നല്ല മഴയായിരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ എൻ്റെ മെമ്മറിയിലുള്ളൂ. 2-3 പ്രാവശ്യം കേക്ക് മുറിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു പ്രാവശ്യം കേക്ക് മുറിച്ചത് എൻ്റെ ഫ്രണ്ട്സ്, ബികോമിലെ ഫ്രണ്ട്സ് വീട്ടിൽ വന്ന സമയത്താണ്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കേക്ക് മുറിച്ചതെന്ന് പറഞ്ഞാൽ കൊറോണ സമയത്താണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി പ്രായം കൂടുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിയും വരുമല്ലോ, കേക്ക് മുറിക്കണം അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് വരുമല്ലോ, മനുഷ്യന്മാരല്ലേ. അപ്പോൾ ഞാൻ തന്നെ പോയി കേക്കൊക്കെ വാങ്ങിച്ച് അന്ന് രാത്രി 12 മണിയായപ്പോൾ റൂമിലിരുന്ന് ഞാൻ തന്നെ മുറിച്ച് കഴിച്ചൊരു നല്ല അടിപൊളി മെമ്മറി ഇപ്പോഴും എനിക്കുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് മുറിച്ചതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പം കല്യാണം ഉറപ്പിച്ച വീട്ടിൽ നിന്ന്, അതായത് ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അവർ എല്ലാവരും കൂടി വന്ന് കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായില്ല. അപ്പോൾ അതൊരു നല്ല മിസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സമയമായിരുന്നു. എന്നാൽ ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി കൊളീഗ്സ് ഉള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക് തന്നെ അവിടെ 45 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിൽ തന്നെ. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്തു. അതൊക്കെ നല്ല സന്തോഷം കിട്ടിയൊരു ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാലും സന്തോഷം തന്നെയാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇവിടെ ഉള്ളൂ, അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ കോണ്ടാക്ട്സ് കുറവാണ് ഇപ്പോൾ, പലരായിട്ടും കോണ്ടാക്ട്സ് കുറയാൻ കാരണം നമ്മൾ ആരും കാണുന്നില്ല. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഡെയിലി കാണുകയാണ്, നല്ല നല്ല ഫ്രണ്ട്സിനെ ഡെയിലി കാണുന്നു, സംസാരിക്കുന്നു, ചാറ്റിംഗ് ഒന്നുമില്ല. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ചാറ്റ് ചെയ്താലും അവരായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ, ഒരു കോണ്ടാക്ട് നിലനിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരായിട്ടും കോണ്ടാക്ട് നിലനിർത്തണമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ വിഷസൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ. പക്ഷേ അതിന് മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ കേക്കൊന്നും മുറിച്ചില്ലെങ്കിലും വിഷസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും കാണുന്നു, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിൽ. എനിക്ക് ഇത്രയും ആയുസ് ദൈവം തന്നതിൽ ഒക്കെ ദൈവത്തിനോടും പിന്നെ എൻ്റെ പാരൻസിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോടും എന്നെ പഠിപ്പിച്ച് ഇത്രയാക്കിയതിന് എല്ലാവരോടും ഞാൻ ഒരേപോലെ നന്ദി പറയുന്ന ഒരു സമയമാണ് ഇന്ന്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല. ഫുഡ് ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ് കഴിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് ഡെയിലി കുക്ക് ചെയ്യും കേട്ടോ. ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ല ഹോംലി ഫുഡ് തന്നെയാണ് കഴിച്ചിരുന്നത്. അങ്ങനെ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ശനി ഞായറും മാത്രമായിട്ട് പോയിട്ട് കഴിക്കലൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ കൂടുതലും ശനിയാഴ്ചകളിലൊക്കെ നമ്മളുടെ റൂമൊക്കെ നന്നായി ക്ലീൻ ചെയ്യും. എപ്പോഴും നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നല്ല പൊടിയും പടലങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഭയങ്കര ചൂടാട്ടോ. ഞാനൊരു ചെറിയ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ചൂടിനെ പറ്റിയിട്ട്. നല്ല ചൂടാണ്. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടും ഇപ്പം നമുക്കിവിടെ ജീവിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ചൂടായതുകൊണ്ടാണ് സൈഡിൽ കൂടെ ഇങ്ങനെ ചൂടുകാറ്റും ചൂടുപൊടികളും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പം ഞാനിന്ന് മൊത്തം ക്ലീനിങ് ആയിരുന്നു. ക്ലീനിങ് കഴിഞ്ഞ് കുളിച്ചൊന്ന് റെഡിയായി വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് ബർത്ത്ഡേ അന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഓഫീസിൽ നമുക്ക് പണിയുണ്ട്, പിന്നെ എല്ലാവരും വന്ന് വിഷ് ചെയ്യണ്, അങ്ങനത്തെ ഒരു തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര കാമാണ്. ഇന്ന് രാത്രി എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിച്ചത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ബർത്ത്ഡേ മറന്നു എന്നാണ്. സത്യം പറയാലോ, ഞാനത് മറന്നു എന്നാണ് വിചാരിച്ചത്. കാരണം 2-3 ദിവസമായിട്ട് പുള്ളിക്ക് യാതൊരു മുഖത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അത് ഞാൻ വിചാരിച്ചു മറന്നു. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചതെന്ന് വെച്ചാൽ മറന്നാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ എപ്പോഴും സെൽഫ് ലവ് എന്നുള്ള സംഭവം നല്ല രീതിയിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ എപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റണം എന്നൊരു ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആര് മറന്നാലും, ഇപ്പോൾ ആരെൻ്റെ ബർത്ത്ഡേ മറന്നാലും ഞാൻ നല്ല രീതിയിൽ ഒരുങ്ങി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കിന്നൊരു സന്തോഷം വരുമല്ലോ. അതാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷെ പുള്ളി മറന്നില്ല. പുള്ളി ഇന്നലെ രാത്രിക്ക് മുന്നേ എന്നെ ഓർമ്മിപ്പിച്ചു, നാളെന്താ പരിപാടിയെന്ന് ചോദിച്ചു. അങ്ങനെ വിഷസൊക്കെ തന്നു. അപ്പോൾ രാത്രി വിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറ്റുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇന്ന് രാത്രി കേക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ കേക്ക് കട്ട് ചെയ്യായിരിക്കും, എനിക്കറിയില്ല.
പിന്നെ മധുരം ഞാൻ കുറേ നാളായിട്ട് കഴിക്കാറൊന്നുമില്ല. ഇപ്പം അടുത്ത് കുറച്ച് കഴിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നൊന്നൊരാഴ്ചയിൽ മധുരം കഴിക്കാറില്ല. അപ്പോൾ കേക്ക് മുറിച്ചാൽ കഴിക്കും, നമ്മളെ ബർത്ത്ഡേ ആണല്ലോ, മുറിക്കാൻ പറ്റിയ ആ അവസരം കിട്ടിയാൽ ഞാൻ മുറിച്ച് കഴിക്കും. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ വരുമ്പോൾ കാണാം. നമ്മുടെ അപ്പുറത്തെ വീട്ടിലും അപ്പുറത്തെ റൂമിലും ഇപ്പുറത്തെ റൂമിലൊക്കെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ റൂം ഷിഫ്റ്റ് ചെയ്യുന്ന തിരക്കിലും ഒക്കെയാണ്. അതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് എനിക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് എടുത്തു എന്ന് മാത്രം. എനിക്കതൊക്കെ നല്ലൊരു മെമ്മറി ആയിരിക്കും. എൻ്റെ പ്രസംഗം എല്ലാവരും മുഴുവനായിട്ട് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങുന്നു. പൊതിച്ചോറാണ് വാങ്ങിയത്. അതിൽ മീൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ ഞാൻ നേരത്തെ ഡ്രസ്സ് മാറിയത്. പിന്നെ വീണ്ടും വേറെ ഡ്രസ്സിലോട്ട് പോയി. ഇതും വീഡിയോയ്ക്ക് വേണ്ടി എടുത്താണ്. പഴയ ഡ്രസ്സ്, നേരത്തെ വീട്ടിലിട്ടിരുന്ന ഡ്രസ്സ് ഞാൻ മാറ്റി. ഇപ്പോൾ വേറെ ഡ്രസ്സ് ഇടാം എന്ന് വിചാരിച്ചു. സത്യത്തിൽ എനിക്കറിയില്ല കേട്ടോ ഇന്ന് രാത്രി എന്താ പരിപാടി, ഒന്നും എനിക്കറിയില്ല. ഞാൻ രാത്രിക്ക് വേണ്ടി വേറെ ഡ്രസ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. ആക്ച്വലി അത് ഞാൻ പണ്ട് വാങ്ങിച്ചൊരു ഡ്രസ്സാട്ടോ, പക്ഷേ ഇതുവരെ എവിടെയും യൂസ് ചെയ്തിട്ടില്ല. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് സംസാരിക്കാം. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമുള്ള, ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഒരു ബർത്ത്ഡേസും ഓർമ്മയില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അത്രയും അടിപൊളിയായിരുന്നു, അത്രയും സന്തോഷം സമാധാനമുള്ളൊരു ദിവസമായിരുന്നു. ഇതിനെല്ലാം കാരണക്കാരനാരാ? എൻ്റെ ഹസ്ബൻഡ്. നമ്മുടെ നാട്ടിൽ നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ സെലിബ്രേഷനൊന്നും ഉണ്ടാവാറില്ല, കേക്ക് കട്ടിംഗ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ പുള്ളിക്ക് അതൊക്കെ ഇഷ്ടമായിട്ടോ, അതൊക്കെ ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെയാണ് എന്നെ കൊണ്ടുപോയിട്ടും എല്ലാ സർപ്രൈസും തന്നത്. പൊതിച്ചോറ് എനിക്ക് ഫുള്ളായിട്ട് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അതിൽ കുഞ്ഞു ഭാഗം മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. പക്ഷെ ഞാൻ ചിക്കനൊക്കെ കഴിച്ചു കേട്ടോ. ഇപ്പം ഞാൻ വീട്ടിലിരുന്ന പഴയ ഡ്രസ്സിലേക്ക് മാറിയിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ മറ്റേ ഡ്രസ്സ് മറന്നുപോയി, വീഡിയോ എടുക്കണേന്ന് ഓർത്തില്ല. അപ്പോൾ ആൾക്കാർ വിചാരിക്കില്ലേ ഞാൻ എന്താ പല ദിവസങ്ങളിലായിട്ടാണോ വീഡിയോ എടുക്കണേന്ന്? അല്ല കേട്ടോ, ഒരു ദിവസത്തിലായിട്ടാണോ വീഡിയോ എടുക്കുന്നത്. നമുക്ക് എന്താണ് ഗിഫ്റ്റ് എന്നൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ദേ എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് പൊളിക്കുന്ന തിരക്കിലാണ്. ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായോ? റിംഗ് ലൈറ്റ്, മൈക്ക്, പിന്നെ സ്റ്റാൻഡ്. ഇതൊക്കെ യൂട്യൂബിനും പിന്നെ അതുപോലെ പാട്ട് പാടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ഒരുപാട് നാളായി ഞാൻ വാങ്ങണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ ആയിട്ടും ലൈറ്റോ അതുപോലെ തന്നെ മൈക്കോ പിന്നെ സ്റ്റാൻഡ്, ട്രൈപോഡൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പണ്ടെന്നോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ട്രൈപോഡ്, പക്ഷെ അതെൻ്റെ കേടായി പോയിരുന്നു കേട്ടോ. ഇപ്പം നമുക്കിതൊക്കെ സ്വന്തമായിരിക്കുകയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. കാരണം സിറ്റിയിൽ പോകണോ അതോ അടുത്തെവിടെയെങ്കിലും പോകണമെന്ന് ഞങ്ങളിങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ എപ്പോഴും പോകുന്നൊരു മാളുണ്ട്, അവിടെ ഒരു അടിപൊളി ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ചാൻസ് കിട്ടിയത്. അത്രയും സൂപ്പർ ആംബിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ പോയിരുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങാനായിട്ട് വന്ന് നിൽക്കുകയാണ്. എന്തായാലേ എൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കാനായിട്ട് ഞാൻ തന്നെ കേക്ക് വാങ്ങാൻ വന്ന് നിൽക്കണം. പിന്നെ നമ്മൾ ഒരുമിച്ചാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങി അവിടെ നിന്ന് തന്നെ പേരൊക്കെ ഇത് സെറ്റാക്കിയിട്ടാണ് പോയത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അടിപൊളിയാട്ടോ. അടിപൊളി എന്നാൽ എക്സ്ട്രീം ലെവലാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. എൻ്റെ കേക്ക് ഇങ്ങനെ സൂര്യൻ ഉദിച്ചു പോലെ നിൽക്കുക. പക്ഷേ ഞാൻ മധുരം ഇപ്പോൾ ഭയങ്കര കുറവാണല്ലോ കഴിക്കാറ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മധുരം കഴിക്കാനേ തോന്നാറില്ല. ഒരു പേരിന് കട്ട് ചെയ്തെന്ന് മാത്രം. ബാക്കി വന്നത് ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ട് അവിടെ തന്നെ ഇട്ടിട്ടാണ് എല്ലാം പോകുന്നത്. അല്ലാതെ നമ്മളത് കൊണ്ടുവന്ന് പിന്നെ നമുക്ക് കഴിക്കാനൊന്നും തോന്നില്ല. വെറുതെ അത് വേസ്റ്റായി പോയില്ലേ. കേക്ക് കട്ട് ചെയ്യുന്ന തന്നെ വീഡിയോ ഷോർട്സ് ആക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തൊരു പോയി കാണണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാനത് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല കേട്ടോ. പക്ക
പക്ക ഒരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. അതുകൊണ്ട് അറബിക് ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. ഗ്രിൽഡ് ചിക്കനും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. പക്ഷേ കുറേ നാളായിട്ട് എനിക്കതൊന്നും കഴിക്കാൻ തീരെ ഇഷ്ടമല്ല. എനിക്ക് നമ്മുടെ നാടൻ ഫുഡൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഫുഡ് അത്ര എൻജോയ് ചെയ്തില്ല. പിന്നെ കേക്ക് കഴിച്ചുകൊണ്ട് തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. ഇനി നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ചായ കുടിക്കണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ഫോണൊന്ന് നൈസായിട്ട് വീണതാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഞാനത് എഡിറ്റ് ചെയ്ത് മാറ്റാനൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു പ്രാവശ്യം ഫോൺ വീഴുന്നുണ്ട്. പക്ഷേ ആ വീഴുന്ന രീതിയും വീണിട്ട് നേരെ മുകളിൽ പോകുമ്പോൾ മുകളിൽ നല്ലൊരു ഡെക്കറേഷനൊക്കെ ആണല്ലോ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്ത് മാറ്റാനും നിന്നില്ല. കണ്ടില്ലേ, അത്ര സമയമൊന്നും ആയില്ല, 10:30 ആയിട്ടുള്ളൂ. പിന്നെ എങ്ങോട്ട് പോകണം എന്നുള്ള ചിന്തയിലായിരുന്നു നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെന്തായാലും പോയി കാണണം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ഭാഗ്യമുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ഇടാൻ പറ്റട്ടെ. അപ്പം ഞാൻ വേറെ വീഡിയോ ആയിട്ട് പിന്നെയും വരാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.